കുഞ്ഞുങ്ങളെ ഒരു ചെറിയ കാര്യം, ക്ലോക്കിലെ സൂചികൾ ഒരു ദിവസം എത്ര തവണ ഒരുമിച്ച് വരുമെന്ന് ചോദിച്ചാൽ 22 തവണ. ഒരുമിച്ച് വരുമെന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിയിൽ വരിക. 0 ഡിഗ്രിയിൽ വരുന്നത് 22 തവണയാണ്. അതേപോലെ ക്ലോക്കിലെ സൂചികൾ എതിർദിശയിൽ വരുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത്, 180 ഡിഗ്രിയിൽ വരുന്നത് എത്ര തവണയെന്ന് ചോദിച്ചാലും, ഒരു ദിവസത്തിൽ എത്ര തവണയെന്ന് ചോദിച്ചാലും 22 തന്നെയാണ് അതിൻ്റെ ആൻസർ. ഓക്കെ ആണോ? 0 ഡിഗ്രിയുടെ കൗണ്ടും 180 ഡിഗ്രിയുടെ കൗണ്ടും സെയിം തന്നെയാണ് എന്നായി പറഞ്ഞു വന്നത്. ഇതിനൊപ്പം പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്, പരസ്പരം ലംബമായി വരും. ഒരു ദിവസത്തെ കണക്കെടുത്താൽ ക്ലോക്കിലെ സൂചികൾ പരസ്പരം ലംബമായി വരുന്നത് 90 ഡിഗ്രിയിൽ വരുന്നത് 44 തവണയാണ്. 44 തവണയാണ്. ഇതേ കൗണ്ട് തന്നെയാണ് സ്ട്രെയിറ്റ് ലൈൻ കേസ് എന്ന് പറയും. ക്ലോക്കിലെ സൂചികൾ നേർരേഖയിൽ വരുന്നത്, അതും ചോദിച്ചിട്ടുണ്ട്. ഒരു ദിവസത്തെ കണക്കെടുത്താൽ ക്ലോക്കിലെ സൂചികൾ നേർരേഖയിൽ വരുന്ന എത്ര തവണയെന്ന് ചോദിച്ചാൽ അതും 44 തവണയാണ്. ക്ലിയർ ആണോ? എല്ലാം ഒന്നും കൂടെ പറഞ്ഞാലോ? ഒരു ദിവസത്തെ കണക്ക് പറയാം, 24 മണിക്കൂറിന്റെ കണക്ക് പറയാം. 24 മണിക്കൂറിൽ ക്ലോക്കിലെ സൂചികൾ ഒരുമിക്കുന്നത് 0 ഡിഗ്രിയിൽ വരുന്നത് 22 തവണ, 180 ഡിഗ്രിയിൽ വരുന്നത് എതിർദിശയിൽ വരുന്നത് 22 തവണ, 90 ഡിഗ്രിയിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയി പരസ്പരം ലംബമായി വരുന്നത് 44 തവണ, നേർരേഖയിൽ സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നത് 44 തവണ. ക്ലിയർ ആണോ? ഈ കൗണ്ട് ഓർത്തിരിക്കണം, ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കുന്നതാ. ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.